ഒരു നിമിഷം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. സിൽവർ ജൂബിലി ആഘോഷത്തോടുള്ള ബന്ധത്തിൽ നമുക്കൊരുമിച്ച് ഇന്ന് പകലിൽ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു സാവകാശം ഒരുക്കി തന്നപ്പോൾ കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും തക്കവണ്ണം ഇന്ന് പകലിൽ ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിൽ സന്തോഷിപ്പാൻ നമ്മുടെ ഹൃദയങ്ങളെ സമ്പൂർണമായി ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്. ഹലോ കടിയ, എന്റെ ദൈവം എനിക്ക് എത്ര നല്ലവനാണ്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നത് പോലെ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറക്കരുത് എന്ന സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ പലപ്പോഴും ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടി വരുന്നൊരു ചിന്ത, ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ചെറുതും വലുതുമായ ഉപകാരങ്ങളെ പറ്റിയാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷെ സങ്കീർത്തനക്കാരൻ പറയുന്ന ഉപകാരം എന്താണെന്നറിയാമോ? കൃപയാൽ നമുക്ക് ലഭിച്ച ഉപകാരം എന്തൊക്കെയാണ്? അവൻ നമ്മുടെ പാപങ്ങളെ മോചിച്ചു, നമ്മുടെ സകല അകൃത്യങ്ങളെ മായ്ച്ചു കളഞ്ഞു, നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കി, നമ്മുടെ ജീവനെ അവൻ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തു. ഹലോ, ഇതത്ര അവൻ നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ ദൈവമക്കൾ ഇന്ന് പകൽ ആ ദൈവത്തോട് പറ്റി നിൽപ്പാൻ, ആ മാറോട് ചാരി നിൽപ്പാൻ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് കഴിയും? കർത്താവേ, അങ്ങെനിക്ക് വേണ്ടി പകരക്കാരനായി മാറി, കൽവരി ക്രൂശിൽ പകരക്കാരനായി മാറി. ഇന്ന് പകൽക്കാലം ആ മാറോട് ചേർന്നിരിപ്പാൻ, അങ്ങയുടെ ഹിതം മനസ്സിലാക്കി, അങ്ങയുടെ ഇഷ്ടം മനസ്സിലാക്കി, അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കി അങ്ങോട് ചേർന്നിരിപ്പാൻ ഞാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ആ ഹൃദയങ്ങളെ ഒന്ന് സമർപ്പിച്ചാട്ടെ, എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ. ധ്യാനത്തോട് ഇന്ന് പകൽ ഒരു നിമിഷം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. ഏകാഗ്രത ഹൃദയത്തോട് ഇന്ന് പകൽ ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് അടുത്ത് വരാം. എല്ലാ യാത്രകളും നിറഞ്ഞൊരു നിമിഷം സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോട്, നന്ദിയുള്ള ഹൃദയത്തോട്. പലപ്പോഴും നാം ദൈവസന്നിധിയിൽ നിന്ന് അകന്നു മാറി, പക്ഷേ ദൈവം നമ്മെ വിട്ടകലാതെ നമ്മോട് ചേർന്നിരുന്ന്, പലപ്പോഴും നാം ദൈവത്തെ മറന്നു, ആ സ്നേഹത്തിൽ നിന്ന് നാം പലപ്പോഴും അകന്നുപോയി. എന്നിരുന്നാൽ പോലും ആ സ്നേഹത്തിൽ നിന്ന് ദൈവം നമ്മെ മാറ്റി നിർത്താതെ അവന്റെ കരവിരുതലിനാൽ, അവന്റെ കരത്തിന്റെ ലാളനത്താൽ, അവന്റെ സ്പർശനത്താൽ, അവന്റെ സ്നേഹത്താൽ അധികം ശക്തി പകർന്ന്, അധികം കൃപ പകർന്ന് നമ്മിൽ ജയോത്സവമായി വഴി നടത്തുവാനിടയായല്ലോ. നമ്മുടെ പ്രാണനായ, നമ്മുടെ സ്നേഹനിധിയായ ആ ദൈവത്തെ ഹൃദയം തുറന്ന് ആരാധിപ്പാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നിന്മാർവോട് ചേരട്ടെ ഞാൻ യേശുനാഥ എന്ന് തുടങ്ങുന്ന ആ ഗാനത്തോട് കൂടെ നമ്മൾ ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാൻ തുടങ്ങിയാണ്. ഹല്ലേലൂയ. എല്ലാ അതിനുകളും തുറന്നൊരു നിമിഷം സ്തോത്രം ചെയ്താട്ടെ. ദൈവം ചെയ്ത, ഇന്നലകളിൽ ചെയ്ത എല്ലാ നന്മകൾക്കും എല്ലാ ഉപകാരങ്ങൾക്കും നന്ദിയുള്ള ഹൃദയത്തോടെ അധരങ്ങൾ എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ ഇന്നേരം, നീയാണെന്നെല്ലാമെല്ലാം എന്നുമെന്നും എൻ പിതാവ്. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ ഇന്നേരം, നീയാണെന്നെല്ലാമെല്ലാം എന്നുമെന്നും എൻ പിതാവ്. ഞാനകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും
ഹൃദയങ്ങളെ തുറന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആ പാട്ടിനെ ധ്യാനിച്ച് ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി ചേർന്ന് പാടാമോ? എന്റെ എല്ലാം എല്ലാം നീയേ, എൻ പ്രാണനും ജീവനും നീയേ. എന്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം എൻ പിതാവ്. ഞാനകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എന്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എന്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. വർഷങ്ങൾക്ക് മുൻപ് മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഒരുവൻ സ്വർഗീയ മഹിമകളെ വിട്ട് താണലോകത്തേക്ക് ഇറങ്ങി. കന്യാമറിയത്തിൽ ഒരുവായി ഉരുത്തിരിഞ്ഞ് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് ലോകത്തിൽ ജീവിച്ച് ലോകത്തിലുള്ളവർക്ക് നന്മ മാത്രം ചെയ്ത് സകല മനുഷ്യന്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറി ക്രൂശിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ മൂന്നാണികളിൽ മേൽ അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെടുവാനിടയായി. ഇന്ന് പകൽക്കാലം ആ ദൈവിക സ്നേഹത്തിന് മുൻപിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കുവാൻ, നമ്മെ തന്നെ ഒന്ന് യാഗമാക്കി തീർക്കുവാൻ, നമ്മുടെ ഹൃദയം സമ്പൂർണമായി ആ ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിപ്പാൻ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് കഴിയും? സ്വർഗീയ സുഖങ്ങളെ വിടിഞ്ഞ് താണലോകത്തേക്ക് ഇറങ്ങി വന്ന് തേജസ്സിന്റെ വസ്ത്രം ഉരിച്ച് തന്നെ താഴ്ത്തി ആ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവൻ യാഗമായി തീരുമ്പോ ഇന്ന് പകൽക്കാലം പാട്ടുകാരൻ പറയുന്നത് പോലെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ആരാധിപ്പാൻ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ സ്തുതിപ്പാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. തിരുമുൻപിൽ കാഴ്ചവെക്കുവാൻ എന്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നേ. തിരുമുൻപിൽ കാഴ്ചവെക്കുവാൻ എന്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നേ. ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ
ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ, എന്റെ താതന്റെ മാർവിടമേ. സ്വർഗസുഖപീഠം വെടിഞ്ഞ് എന്നെ തേടി വന്നവനേ, തേജസ്സിന്റെ വസ്ത്രം ഉരിഞ്ഞ് തന്നെത്താൻ താഴ്ത്തിയോനേ, സ്വർഗസുഖപീഠം വെടിഞ്ഞ് എന്നെ തേടി വന്നവനേ, തേജസ്സിന്റെ വസ്ത്രം ഉരിഞ്ഞ് തന്നെത്താൻ താഴ്ത്തിയോനേ, ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, തേജസ്സിന്റെ പൂർണ്ണനായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, സ്തുതികൾക്ക് യോഗ്യനായി, സ്തുതികൾക്ക് യോഗ്യനായി. ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ, എന്റെ താതന്റെ മാർവിടമേ. തിരുമുൻപിൽ കാഴ്ചവയ്ക്കുവാൻ എന്റെ സ്നേഹം മാത്രമേയുള്ളൂ, തിരുമുൻപിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നേ, തിരുമുൻപിൽ കാഴ്ചവയ്ക്കുവാൻ എന്റെ സ്നേഹം മാത്രമേയുള്ളൂ, തിരുമുൻപിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നേ. ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ, എന്റെ താതന്റെ മാർവിടമേ, എന്റെ താതന്റെ മാർവിടമേ, എന്റെ താതന്റെ മാർവിടമേ. ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവ് അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്. സകല സ്തുതികൾക്കും ബഹുമാനത്തിനും സകല പുകഴ്ചകൾക്കും യോഗ്യനായ കർത്താവാണ്. ഇന്ന് പകൽ ആ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ സന്തോഷത്തോടെ ആരാധിപ്പാൻ നമ്മുടെ ഹൃദയങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. എല്ലാവർക്കും ദയവായി ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമല്ലോ. നാം ഒന്നിച്ച് ദൈവത്തെ പാടി ആരാധിക്കാൻ തുടങ്ങുകയാണ്. ദയവായി എല്ലാവരും ഇരിക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമല്ലോ. ഹല്ലേലൂയ.
നിങ്ങളുടെ മുൻപിൽ ധാരാളം ചെയറുകളുണ്ട്. കയറിയിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. സഹോദരിമാരുടെ ഭാഗത്തും മുൻപിൽ ഒഴിഞ്ഞു കിടക്കുന്ന ചെയറുകളിലേക്ക് നിങ്ങൾ കയറിയിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ധാരാളം ദൈവമക്കൾ കടന്നു വരുന്നത് കൊണ്ട് സ്തോത്രം. നിങ്ങളെല്ലാം ഇരിപ്പിടത്തിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം രാജാതി രാജാവാണ്. അവൻ കർത്താതി കർത്താവാണ്. അവൻ ദേവാതി ദൈവനാണ്. സ്തോത്രം. കാലങ്ങൾ മാറിപ്പോയാലും ഈ ഭൂമി തന്നെ മാറിപ്പോയാലും അവന്റെ സാന്നിധ്യം, അവന്റെ ദയ അത് നമ്മോട് കൂടെയുണ്ടെന്ന്, അത് നമ്മെ വിട്ടുമാറുന്നില്ലെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് പകൽക്കകൽ അതിനെ അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവം മതിയായ ദൈവമാണ്. ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ ദൈവം പകരുമാറാകട്ടെ. നമ്മുടെ ഭാരങ്ങളെ അറിയുന്നവൻ, നമ്മുടെ വേദനകളെ അറിയുന്നവൻ, നമ്മുടെ ചിന്താകുലങ്ങളെ അറിയുന്നവൻ, സകലത്തിന്മേലും കരങ്ങളെ അടിച്ച് ആ ദൈവത്തിന്റെ സന്തോഷത്തോടെ ആരാധിപ്പാൻ നമ്മുടെ ഹൃദയങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. അതരങ്ങൾ തുറന്ന് ആ കരങ്ങളെ അടിച്ച് ശക്തിയോടെ പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി അവൻ വരും എന്ന് തുടങ്ങുന്ന അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഗാനം ഒരുമിച്ച് ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ആ കരങ്ങളെ അടിച്ച് അധരങ്ങളെ തുറന്ന് ചേർന്ന് പാടാം. എല്ലാ കരങ്ങളും അടിച്ച് ശക്തിയോടെ അധരങ്ങൾ തുറന്ന് ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യം അന്ത്യം, അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യം അന്ത്യം. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അവൻ മാത്രമേ. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അവൻ മാത്രമേ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും അന്ത്യം. അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യം അന്ത്യം. മാറായ മാധുര്യമാക്കാൻ കഴിവുള്ള മാറായ പിളർന്നു ദാഹം പോക്കും. മാറായ മാധുര്യമാക്കാൻ കഴിവുള്ള താരായ പിളർന്നു ദാഹം പോക്കും. ചിന്താകുലങ്ങളില്ലാതെ സ്വന്തമായി എന്നെ നടത്തും. ഓ ചിന്താകുലങ്ങളില്ലാതെ സ്വന്തമായി എന്നെ നടത്തും. അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യം അന്ത്യം. അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യം അന്ത്യം. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. അവൻ അൽഫ ഒമേഗ, അവൻ
മധ്യൻ അവൻ അൽഫാ ഒമേഗ എന്നുള്ളത് അവൻ വല്ലവനല്ലോ സ്തുതി എന്നുള്ളത് അവൻ നല്ലവനല്ലോ എന്നുള്ളത് അവൻ വല്ലവനല്ലോ സ്തുതി എന്നുള്ളത് ഭൂവാസികളെ യഹോവയ്ക്കായി വിടുവിൻ ഭൂവാസികളെ യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ അവൻ നമ്മെ വിടുവിച്ചല്ലോ യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ അവൻ നമ്മെ വിടുവിച്ചല്ലോ അവൻ നല്ല ഇടയൻ തന്റെ ആടുകൾ അവനെ സ്തുതിച്ചിടുവിൻ അവൻ നല്ല ഇടയൻ തന്റെ ആടുകൾ അവനെ സ്തുതിച്ചിടുവിൻ അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് അവൻ നല്ലവനല്ലോ സ്തുതി എന്നുമുള്ളത് അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് അവൻ നല്ലവനല്ലോ സ്തുതി എന്നുമുള്ളത് ഭൂവാസികളെ യഹോവയ്ക്കായി വിടുവിൻ ഭൂവാസികളെ യഹോവയ്ക്കായി ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് എന്നറിയാനുള്ള നന്മകളോർത്താൽ വന്നിപ്പാലായിരം നാവുകൾ പോരാ എന്നറിയാനുള്ള നന്മകളോർത്താൽ വന്നിപ്പാലായിരം നാവുകൾ പോരാ ഭയപ്പെടേണ്ട അധരങ്ങളെ അടിച്ച് അധരങ്ങളെ തുറന്ന് ശക്തിയോടെ അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിക്കാൻ ഭയപ്പെടേണ്ട ഓ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഓ ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് ഓ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അധരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാണ് അന്യഭാഷകളിൽ അധരങ്ങളെ തുറന്ന്